2018 ജോർജ് സമ്പോളിക്ക് ശേഷം അർജന്റീനയുടെ താൽക്കാലിക കോച്ചായി ലയണൽ സ്കലോണി ചുമതലയേൽക്കുമ്പോൾ ഇതിഹാസ താരം ഡിയേഗോ മറഡോണ പരസ്യമായി ചോദിച്ചത് അവന് ട്രാഫിക് നിയന്ത്രിക്കാൻ പോലുമുള്ള യോഗ്യതയുണ്ടോ എന്നാണ്. 4 വർഷങ്ങൾക്കിപ്പുറം വിമർശിച്ചവരുടെ നാവുകൾ തന്നെ ആ പേര് ആർത്തു വിളിച്ചു, ലാ സ്കലോനേറ്റ. ഇത് ലയണൽ സ്കലോണിയുടെ കഥയാണ്. തോൽവികളിൽ നിന്ന് തളരാതെ നിശബ്ദനായി ചരിത്രം രചിച്ച ഒരു മനുഷ്യൻ്റെ കഥ. 2018 ലോകകപ്പ് ദുരന്തത്തിന് ശേഷം അർജന്റീനൻ ഫുട്ബോൾ അനാഥമായി കിടക്കുകയായിരുന്നു. ആരും വരാൻ മടിച്ച ആ കസേരയിലേക്ക് വലിയ പരിചയസമ്പത്തൊന്നുമില്ലാത്ത സ്കലോണി കടന്നിരുന്നു. താൽക്കാലിക കോച്ചായിട്ടായിരുന്നു തുടക്കം. മാധ്യമങ്ങളും മുൻ താരങ്ങളും അവനെ അനർഹൻ എന്ന് വിളിച്ചു. എന്നാൽ സ്കലോണിക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അയാൾ ടീമിനെ അടിമുടി മാറ്റാൻ തീരുമാനിച്ചു. പഴയ തലമുറയിലെ വലിയ പേരുകളെ മാറ്റി നിർത്തി സ്കലോണി യുവാക്കളുടെ ഒരു പുതിയ പടയെ തന്നെ വാർത്തെടുത്തു. മെസ്സിക്ക് ചുറ്റും ഓടിക്കളിക്കുവാൻ ശേഷിയുള്ള, ജീവൻ നൽകാൻ മടിക്കാത്ത പടയാളികൾ. ആരാധകർ ആ ടീമിനെ സ്നേഹത്തോടെ വിളിച്ചു ലാ സ്കലോനേറ്റ. 2021 കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനെ അവരുടെ സ്വന്തം മണ്ണിൽ തോൽപ്പിച്ച് അർജന്റീന 28 വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് വിരാമമിട്ടു. അത് കേവലമൊരു തുടക്കം മാത്രമായിരുന്നു. 2022 ഖത്തർ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് തോൽക്കുന്ന അർജന്റീനയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ കളിയിലെ തോൽവിക്ക് ശേഷം എല്ലാവരും അർജന്റീനയെ എഴുതിത്തള്ളി. എന്നാൽ സ്കലോണി പതറിയില്ല. ഓരോ മത്സരത്തിലും തന്ത്രങ്ങൾ മാറ്റിപ്പണിതുകൊണ്ട് അദ്ദേഹം ടീമിനെ മുന്നോട്ട് നയിച്ചു. ഒടുവിൽ ഫൈനലിൽ ഫ്രാൻസിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോരാട്ടത്തിൽ അർജന്റീന 3-ാം നക്ഷത്രം നെഞ്ചോട് ചേർത്തു. വിമർശിച്ചവരുടെ നെഞ്ചിലേക്ക് സ്കലോണി തൻ്റെ മാസ്റ്റർ ക്ലാസ് തന്ത്രങ്ങൾ കൊണ്ട് മറുപടി നൽകി. അയാളുടെ ട്രോഫി ക്യാബിനറ്റിൽ വേറെയുമുണ്ട് നേട്ടങ്ങൾ. 2021 കോപ്പ അമേരിക്ക, മാരക്കാനയിൽ ബ്രസീലിനെ തകർത്ത് 28 വർഷത്തെ കിരീട വളർച്ചയ്ക്ക് അന്ത്യം കുറിച്ചു. 2022 ഫൈനലിസിമ, യൂറോപ്യൻ ചാമ്പ്യന്മാരായ ഇറ്റലിയെ വെംബ്ലിയിൽ നിലം പരിശാക്കി. 2022 ഫിഫ ലോകകപ്പും കൊളംബിയയെ വീഴ്ത്തി 2024 നേടിയ കോപ്പ അമേരിക്കയും. ഇപ്പോഴിതാ 2026 ഫിഫ ലോകകപ്പിൻ്റെ കലാശ പോരാട്ടത്തിനായി ഒരുങ്ങിയിരിക്കുന്നു. അസാധ്യമെന്ന് പലരും വിധിയെഴുതിയത് അയാൾ വളരെ എളുപ്പം സാധ്യമാക്കുകയായിരുന്നു. ഏത് മത്സരവും വിജയിക്കാൻ കഴിയുമെന്നുള്ള തരത്തിലേക്ക് ഒരു ടീമിനെ തന്നെ പടുത്തുയർത്തി. തോൽവികളിൽ നിന്നും പാഠം പഠിച്ച് തന്ത്രങ്ങൾ മാറ്റിപ്പണിത് ഓരോ മത്സരത്തെയും സമീപിക്കുന്ന ലയണൽ മെസ്സിയുടെ അന്താരാഷ്ട്ര കരിയറിന് പൂർണ്ണത നൽകിയ അർജന്റീനൻ ആരാധകർക്ക് സന്തോഷ കണ്ണീർ സമ്മാനിച്ച ആ മാന്ത്രികന് ബിഗ് സല്യൂട്ട്.